നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാർത്തിക പൂവ് അഥവാ ഉപ്പനച്ചത്തെയാണ്. നാട്ടിൻപുറങ്ങളിൽ ഓണക്കാലത്ത് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒരു പൂവാണ് കാർത്തികപ്പൂവ്. മാൽവേസി കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹിബിസ്കസ് ഹിസ്പിഡിസ്മിസ് എന്നാണ്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് കാർത്തികപ്പൂവ്. സാധാരണയായി വള്ളി പോലെ പടർന്ന് വലുതാകുന്ന ഈ സസ്യം പണ്ട് കേരളത്തിലൊട്ടാകെ കാണുമാറുണ്ടായിരുന്നു. വൃശ്ചികം 1-ാം തീയതി മുതൽ കാർത്തിക നാൾ വരെ കേരളത്തിൽ കാർത്തിക പൂവൊരുക്കുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അതിലെ പ്രധാന അംഗമാണ് ഈ കാർത്തിക പൂവ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനിങ്ങനെ നാമകരണം ചെയ്യുവാനും കാരണം. ഏകദേശം 2 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിൽ ഈ കാർത്തിക ചെടി വളരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് വളരെ നീണ്ടതാണ്. അതിൽ നക്ഷത്രാകൃതിയിലുള്ള ഇലകൾ ഉദ്ഭവിക്കുന്നു. ഇലകൾക്ക് വളരെ കട്ടി കുറവാണ്. അതുപോലെ ഇതിൻ്റെ പൂവ് പൂങ്കുലകളായിട്ട് ശാഖാഗ്രങ്ങളിൽ കാണപ്പെടുന്നു. വളരെ മനോഹരമായിട്ടുള്ള പൂവാണ് ഇതിൻ്റെ. ഇളം മഞ്ഞ നിറത്തിലുള്ള ഈ പൂവിൻ്റെ നടുഭാഗത്ത് തവിട്ട് നിറമാണുള്ളത്. ചെമ്പരത്തി പൂവിൻ്റെ അതേ ഘടനയാണ് ഈ കാർത്തിക പൂവിനും ഉള്ളത്. ഇതിൻ്റെ വിത്ത് വളരെ ചെറുതും ത്രികോണാകൃതിയിലുള്ളതും തവിട്ട് നിറത്തോടും കൂടിയതാണ്. കാർത്തികപ്പൂവിൻ്റെ ഇലയ്ക്ക് ഊരകത്തിൻ്റെ ഇലയോടും അതുപോലെ ഇതിൻ്റെ പൂവിന് പനിച്ചകത്തിൻ്റെ പൂവിനോടും സാദൃശ്യമുണ്ട്. ഈ കെട്ടിട നിർമ്മാണവും കൃഷിയും കാടൊക്കെ വെട്ടിത്തെളിച്ച് വ്യാപകമായതോടെ ഈ കാർത്തികപ്പൂവ് ഇന്ന് നാശത്തിൻ്റെ വക്കിലാണുള്ളത്. കാർത്തികപ്പൂവ് വേദനയെ ശമിപ്പിക്കുന്നതും അതുപോലെ വാതത്തെ ഹനിക്കുന്നതുമാണ്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ കാർത്തികപ്പൂവ് കൃതികാ നാളിനോടുകൂടി ബന്ധപ്പെട്ടതാണ്. ഈ കാർത്തിക ഈ ഭഗവതിയുടെ നാളാണ്. ഈ സ്ത്രീകൾക്കാണ് ഇതിന് ഏറ്റവും അധികം ഉപയോഗം. ഇത് ഏറ്റവും 2 പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ഇപ്പോൾ അധികം ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഏറ്റവും പ്രധാന രഹസ്യമായ ഉപയോഗം എന്ന് പറയാം. ഇതിൻ്റെ പൂവ് അരച്ചിട്ട് ഈ വെണ്ണയിൽ ചാരിച്ചിട്ട് മുഖത്ത് പറ്റിക്കഴിഞ്ഞാൽ ഈ കരിമുഖം അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ഈ ചില പാടുകളും മുഖക്കുരുവും മാറും. പിന്നെ ഈ കയ്യും കാലും ഈ വിണ്ട് കയറുന്നത്, ഈ ചുട്ടിനീറ്റിലോടുകൂടി വിണ്ട് കയറുന്ന ചില കണ്ടീഷൻ ഉണ്ട്. അതിൽ ഈ കാർത്തിക പൂവ് ഈ വെണ്ണയിൽ അരച്ച് പരട്ടിക്കഴിഞ്ഞാൽ അതിന് നല്ല ആശ്വാസം ഉണ്ടാവും.